ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, രേവതി നമ്മുടെ കട കട അവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി സങ്കടത്തോടു കൂടി പറയാണ്, കട കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയി സച്ചി ഏട്ടാന്ന് പറയുകയാണേ. സച്ചി ആകെ ഞെട്ടി പോവുകയാണ്. നീ എന്താ രേവതി പറയുന്നത്? കോർപ്പറേഷൻകാരോ അവരിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവർ കൊണ്ടുപോയി. ഞാൻ അവരെ ഒരുപാട് പറഞ്ഞതാണ് അത് എടുത്തുകൊണ്ട് പോകലെന്ന്. പക്ഷേ അവരത് സമ്മതിച്ചില്ല സച്ചി ഏട്ടാന്ന് പറഞ്ഞിട്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണേ. ഇതേ സമയം ചന്ദ്രയും ശ്രുതിയൊക്കെ അകത്തിരുന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ. സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ രേവതിനെയും വിളിച്ച് അകത്തേക്ക് വരികയാണ് കേട്ടോ. ആ കവറൊക്കെ എടുത്തുകൊണ്ടൊന്ന് സച്ചി അകത്ത് വെക്കുന്നുണ്ട്. സച്ചി ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്, ഇത് എന്താ അത്? ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? കോർപ്പറേഷൻകാരെന്ന് പറഞ്ഞിട്ട് എന്താ അവരെന്തിനാണ് കട എടുത്തുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, മോനെ സച്ചി നീ ദേഷ്യപ്പെടല്ലേ, കോർപ്പറേഷൻകാരെടുത്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ ഈ റോഡ് സൈഡിലൊന്നും ഇങ്ങനെ കട വെക്കാൻ പാടില്ല. റോഡിലൂടെ ആൾക്കാർ നടന്നു പോകുന്നതല്ലേ, ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ കട വെച്ചാലേ ഇതുപോലൊക്കെ ഉണ്ടാവും എന്ന് പറയാണ്. ഏതുപോലെ ഉണ്ടാവുന്നു? ഇപ്പോൾ കട എടുത്തുണ്ടോയില്ലേ അതുപോലെ തന്നെ എന്ന് പറയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അങ്ങനെ കട എടുത്തുകൊണ്ട് പോകാന്ന് വെച്ചാൽ അത് നിസ്സാരമായിട്ട് കാര്യമാണോ? എത്ര ആൾക്കാർ കട തുടങ്ങുന്നുണ്ട്, എന്തോരം ആൾക്കാർ സ്ഥലം വെട്ടിച്ചെടുത്തിട്ട് കട തുടങ്ങുന്നുണ്ട്. ഇതൊരു പൂക്കടയല്ലേ തുടങ്ങിയത്, ചെറിയൊരു പൂക്കട, അതാണോ ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ രവി പറയുന്നുണ്ട്, മോനെ സച്ചി നീ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരോട് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകല്ലേന്ന്, പക്ഷെ അവർ അത് കേട്ടുപോലുമില്ല. അന്നേരം സച്ചി പറയുന്നുണ്ട്, ഈ പൂക്കട ഇത്രയും നാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല അച്ഛാ, അപ്പോൾ പിന്നെ ഇപ്പം എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കാരണം ഉണ്ടാവാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ആരോ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് മോനെ കട അവിടെ വെക്കുന്നതിന്. കംപ്ലൈൻറ്റോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ സച്ചി. അതെ, ആരോ ഒരാൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനത് അവരോട് ചോദിച്ചു നോക്കി, പക്ഷേ അവരത് പറയുന്നില്ല എന്ന് പറയുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ചിലപ്പോൾ അടുത്ത വീട്ടിലെ അയാളായിരിക്കും. രേവതി പൂവ് കച്ചവടം ചെയ്യുന്നത് അയാൾ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കാറുണ്ട്. അയാൾ ഞാനൊന്ന് ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് സച്ചി അയാൾ തല്ലാൻ ഓടുകയാണ്. അപ്പോഴേക്ക് രവി പിടിച്ചു നിർത്താണ്. സച്ചി നീ എന്ത് ചെയ്യുന്നത്? അയാളാണിത് ചെയ്തതെന്ന് നിൻ്റെ കയ്യിൽ വല്ല തെളിവുണ്ടോ? അച്ഛാ പിന്നെ ഇത് വെറുതെ വിടാൻ പറ്റുമോ? പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി പറഞ്ഞിട്ട്, ആൾക്കാരെ വീടിൻ്റെ മുന്നിൽ തട്ടി പോയിച്ചിട്ട് അവരോട് ചോദിക്കാൻ പറ്റുമോ കട എടുത്തിട്ട് പോയത് നിങ്ങൾ കാരണമാണെന്ന്? അതൊന്നും വേണ്ട സച്ചി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അതെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കട ഇവിടെ വെക്കണ്ടെന്ന്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ശരിയാണ്, കോർപ്പറേഷൻ്റെ അനുവാദമൊന്നും ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതിനൊക്കെ നിറയെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കാണ്ടേ കട കട വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറഞ്ഞാണ്, അത് നീയാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ നിന്നോട് ആര് പറഞ്ഞു ഈ വക കാര്യങ്ങളിൽ ഇടപെടാനായിട്ട്? ആ കട എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ശത്രുതയുള്ള ആൾക്കാരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക, അവരെ ഞാൻ വെറുതെ വിടുന്ന് വിചാരിക്കേണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രയും ശ്രുതിയൊക്കെ ഒന്ന് പേടിക്കുന്നുണ്ടേ. രേവതിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി അവിടേക്ക് വരികയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്തെങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല സച്ചി ചേട്ടാ, ഇതെൻ്റെ വിധിയാണ്, എന്നാലും അവരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ് കൊണ്ടുപോകലെന്ന്. എന്നിട്ട് അവർ കേട്ടുപോലുമല്ലോ സച്ചിയേട്ടാ. എന്നിട്ട് ആ കട എനിക്ക് കിട്ടൂലല്ലോ സച്ചിയേട്ടാ, ആ കട എനിക്ക് കിട്ടുമോ സച്ചിയേട്ടാ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ സങ്കടപ്പെടാതെ രേവതി, നമുക്ക് ശരിയാക്കാം, എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറയാനായിട്ട്. ഒരു വഴി ഉണ്ടാവില്ല സച്ചിയേട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കട്ടെ എന്നായിരിക്കും ദൈവത്തിൻ്റെ തീരുമാനം. ഞാനൊന്ന് നിവർന്നു നിന്നതാണ്, എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ ഇട്ട് തന്നതല്ലേ ആ കട, എന്തോരം സച്ചിയേട്ടൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാറില്ല രേവതി, നീ അത് വിട്ട്, നീ അതും പറഞ്ഞ് വിഷമിച്ചിരിക്കല്ലേ, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പിടിച്ചു നിൽക്കും, നമുക്ക് ഉയർന്ന് തന്നെ നിൽക്കണം, ആരുടെ മുന്നിൽ തല താഴ്ന്ന് നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണെ. സച്ചി ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചന്ദ്രമതിനെ തുറച്ച് നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, എന്താടാ നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, എന്തായാലും ഈ കംപ്ലൈൻറ്റ് കൊടുത്തത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട, അതിനുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാനിട്ട്. അത് കേൾക്കുമ്പോൾ ശ്രുതിയും ചന്ദ്രൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇത് ചെറിയ ബുദ്ധിക്കാരൊന്നും ചെയ്തതല്ല, നല്ല ബുദ്ധിയുള്ളവർ, ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്ന് പറയും.
അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു ഇവളുടെ ആട്ടം ഒന്ന് കാണണ്ടായിരുന്നു. വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഓണറെ പോലെയല്ലേ ഇവൾ ജീവിച്ചിരുന്നു ഇവിടെ. ഇപ്പം എന്തായി, കടയും പോയി, പൂക്കടയും പോയി, എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ എല്ലാം തന്നെ രേവതി വിഷമിച്ചിരിക്കാൻ കേട്ടോ, ഇനി നീയും കൂടെ തുടങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര എല്ലാം രേവതി പറയും, അമ്മ പറയട്ടെ അച്ഛാ, അമ്മ പറഞ്ഞോട്ടെ, കാരണം എൻ്റെ വിധി ഇതാണ്. ഞാനിത്രയും ഇങ്ങനൊന്നും കൊതിക്കാൻ പാടില്ല, ഞാൻ ഇത്രയും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ അടുക്കളപ്പണി തന്നെ ചെയ്ത് ജീവിക്കണം, അതായിരിക്കും ദൈവത്തിൻ്റെ വിധി, അത് തന്നെ ഞാൻ അനുസരിക്കണം. അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഇരിക്കും. എനിക്ക് വേണ്ടി സച്ചിയേട്ടൻ എത്രമാത്രം ബുദ്ധിമുട്ടി, ഞാനൊന്ന് തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടല്ല സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നിട്ട് അതൊന്നും ഒരു കാര്യമില്ലാണ്ടായല്ലോ സച്ചിയേട്ടാന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയും, ആഹാ അത് തന്നെയാണ് ഞാൻ പറയുന്നത്, നിന്നോട് കുറച്ച് സാമർത്ഥ്യം കുറയ്ക്കാനായിട്ട്. എന്തൊക്കെ തുള്ളലായിരുന്നു ഇവളിവിടെ നടത്തിയിരുന്നത്, എന്നിട്ട് ഇപ്പം എന്തായി, എല്ലാം പോയില്ലേ. ഇപ്പം മനുഷ്യന്മാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടായിപ്പോയി, എല്ലാവരും മുന്നിൽ നാണം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, എടി ചന്ദ്രൻ നീ നിർത്തിക്കോ, നിന്നോട് ഞാൻ പറയുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടാന്ന്. അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രവി പറഞ്ഞിട്ട് സച്ചിനോട് പറയും, മോനെ യൂണിയൻ ഓഫീസിൽ ഒരു വക്കീലുണ്ട്, ഞാൻ അയാളെ കണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. വേണ്ട അച്ഛാ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് പോവുകയാണ്. രവതി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നീ അകത്തേക്ക് ചെല്ലാൻ രവി പറയുന്നുണ്ട്. രവി വന്നിങ്ങാട്ട് ചന്ദ്രൻ്റെ തന്നെ തുറച്ച് നോക്കുകയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത്, ഇനി നിങ്ങളും വിചാരിക്കുന്നുണ്ടോ ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന്? ഞാനങ്ങനെ വിചാരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, രേവതിയും സച്ചിയും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും ദുഷ്ടന്മാരെന്നും വളരുന്നൊന്നും വിചാരിക്കേണ്ട, നന്മയുള്ള മനസ്സുകൾക്ക് എന്നും ദൈവം കൂട്ടിനുണ്ടായിരിക്കും എന്നൊക്കെ പറയാനിട്ട് രവി പോവുകയാണ്. അപ്പോൾ വാ മോളെ നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചിട്ട് മുറിയിലേക്ക് ചെന്നിട്ട് മുറിയിൽ വെച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര. എന്നിട്ട് ശ്രുതിയോട് പറയും, മോളെ ശ്രുതി, നിൻ്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു, ചാണക്യൻ്റെ ബുദ്ധിയാണല്ലോ നിനക്ക്, നിൻ്റെ തല നിറച്ച് ബുദ്ധിയാണ്. നിന്നെ രാഷ്ട്രീയക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ എടുത്തോണ്ട് പോകും ഓരോരോ ബുദ്ധി പറഞ്ഞു കൊടുക്കാനായിട്ട്. അയ്യോ നിന്നെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ മോളെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതി എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഉമ്മ വെക്കുകയാണ് കേട്ടോ ചന്ദ്ര. എന്നിട്ട് ശ്രുതി പറഞ്ഞു, ആൻറ്റിക്ക് ഇത് വിഷമമായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം, രേവതിയുടെ പൂക്കട. അതെ, ആ പൂക്കട എൻ്റെ പേരിലേ തുടങ്ങിയിരുന്നത്, അന്ന് തുടങ്ങിയിട്ടുള്ള എനിക്ക് വിഷമാണെന്ന് പറയട്ടോ. എന്തായാലും മോൾക്ക് ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ട്. ആ ആൻറ്റി, ആ ശരി എന്ന് പറഞ്ഞിട്ട് കുടിക്കാനൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രി മുകളിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് സച്ചി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട്, രേവതി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ രേവതി പറഞ്ഞിട്ട്, പറക്കാനിറങ്ങിയൊരു പറവരെ മുന്നിൽ ഇരുട്ട് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ ആ ഒരു ഇരുട്ടിൽ പെട്ടുപോയി സച്ചിയേട്ടാന്ന് പറയട്ടോ. അപ്പം ഭക്ഷണമൊക്കെ തുറന്നു വെച്ചിട്ട് സച്ചി പറഞ്ഞാണ്, പറക്കാനുള്ള പറവയ്ക്ക് ഇരുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ലക്ഷ്യവും ചിറകിന് ശക്തിയുണ്ടെങ്കിൽ ഏത് ഉയരത്തിലേക്ക് വേണമെങ്കിലും പറക്കാൻ രേവതി. ഞാൻ എത്രമാത്രം വീണിട്ടാണ് രേവതി ഇവിടേക്ക് എത്തിയത്, ഒരുപാട് തവണ ഞാൻ വീണിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറക്കാതിരുന്നാൽ ഞാനിവിടെ വരെ എത്തുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് രേവതി നമ്മുടെ ജീവിതം, കുറേ വീഴും പിന്നെ എഴുന്നേറ്റ് നിൽക്കണം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. നീ ഈ ഭക്ഷണം കഴിക്കും, എനിക്ക് വേണ്ട സച്ചിയേട്ടാ, നീ കഴിക്ക് രേവതി, നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കൂടെ കഴിക്കൂല കേട്ടോ രേവതി, ഞാനും പട്ടിണി എടുക്കുന്നു സച്ചി രേവതിയോട് പറഞ്ഞത് കാണിച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.